എല്ലാവർക്കും നമസ്കാരം. ആനന്ദാശ്രമത്തിൻ്റെ മുന്നിൽ ബസ് ഇറങ്ങി ഞങ്ങൾ ആശ്രമത്തിൻ്റെ ഉള്ളിലേക്ക് നടന്നു പോവുകയാണ്. ആനന്ദാശ്രമം കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് വളരെ പ്രശസ്തമായിട്ട് നിലനിൽക്കുന്ന ഒരാശ്രമമാണ്. ശ്രീരാം ജയറാം ജയ ജയറാം എന്ന മന്ത്രം സദാ ഇവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കും. ഭക്തരായവർ വളരെ ബഹുമാനാർത്ഥം പപ്പ എന്ന് വിളിക്കുന്ന സ്വാമി രാമദാസ്, അദ്ദേഹത്തിൻ്റെ സമാധി മണ്ഡപം ഇവിടെയുണ്ട്. ഒരു മാതാജിയുടെയും മറ്റൊരു സന്യാസിയുടെയും ഒരു സ്വാമിയായിരിക്കുന്ന അവരുടെയും ഒരു സമാധി മണ്ഡപം കൂടി ഇവിടെയുണ്ട്. ലക്ഷ്മി ബായി എന്നാണ് ആ അമ്മയുടെ നാമധേയം. ഞങ്ങളെ ആശ്രമത്തിൽ എത്തി. അവിടെ അർച്ചന നടക്കും. അനാഥാശ്രമത്തിൽ സദാ ശ്രീരാം ജയറാം ജയ ജയറാം മന്ത്രം സമാധി മണ്ഡപത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കും. സദാ എന്ന് പറഞ്ഞാൽ രാവിലെ 6 to വൈകിട്ട് 6 വരെ. പിന്നീട് ഭജൻ ഹാളിൽ ഭജന ആരതി എല്ലാം ഉണ്ടാവും. ഭജൻ ഹാളിൽ നേരത്തെ കണ്ടില്ലേ ആരതി, അങ്ങനെ ആരതി ഉണ്ടാവും. പിന്നെ നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ആനന്ദാശ്രമത്തിൻ്റെ സ്ഥാപകൻ സന്യാസി വര്യനാണ് അദ്ദേഹം. സ്ഥാപക സന്യാസി
എന്നറിയപ്പെടും സ്വാമി രാംദാസ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹീതമായ ആ ജീവിതവും ഉപദേശങ്ങളും ഒക്കെ പിൻപറ്റിക്കൊണ്ട് പൂജ്യ മാതാജി എന്ന് സ്നേഹപൂർവ്വം വിളിക്കപ്പെടുന്ന അമ്മ കൃഷ്ണബായി രാംദാസ് സ്വാമിയുടെ ശിഷ്യയാണ്. പിന്നീട് ഇവരെ രണ്ടുപേരെയും സേവിച്ച സ്വാമി സച്ചിദാനന്ദജി, ഇവരൊക്കെ ആയിരുന്നു അവിടെ പിൻഗാമികളായിട്ടുള്ളത്. പിന്നീട് ഇവിടെ ആശ്രമത്തിൽ ഇന്ന് മൗന സാധനയാണ്, അതിനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ആ മൗനമായിട്ട് സാധന ഒരു ദിവസം അതിന് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ഇപ്പോൾ അവിടെ ഉള്ള സ്വാമി മുക്താനന്ദ സ്വാമി, വേറെ 2 സന്യാസി വര്യന്മാരും ഉണ്ട്. മൗനസാധന 8 മണി മുതൽ 5 മണി വരെയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു. ഫോണൊന്നും തീരെ ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഫോണിന് വളരെയധികം നിയന്ത്രണമായിരുന്നു. എന്തായാലും സന്തോഷം. നന്ദി, നമസ്കാരം.